എന്തോ ആലോചന ഉറക്കം വരുന്നു. അല്ല ഞാൻ രണ്ടുപേരെന്ന് പറഞ്ഞപ്പോ മറ്റേത് തങ്കച്ചൻ ചേട്ടൻ, രണ്ടുപേരുടെ പേരാണ് ആദ്യം വരുന്നത്. അങ്ങനെ പറഞ്ഞതാ. ഇപ്പൊ എനിക്കൊന്ന് ഭയങ്കര ടയേർഡ് ഉണ്ട്, ഫേസിലൊക്കെ നല്ല ഉറക്കത്തിന് ക്ഷീണം. എങ്ങനെയാ ഇപ്പൊ ഇവിടെ ഇനാഗ്രേഷൻ രാവിലെയാണ് എത്തിയത്? രാവിലെ എത്തി കഴിഞ്ഞു, ഇനാഗ്രേഷൻ കഴിഞ്ഞു. പിന്നെ രാവിലെ ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞപ്പോ കുറച്ച് കൊള്ളാമുണ്ടായിരുന്നോ? കൊള്ളാമല്ല, ഈ ഡ്രസ്സിന്റെ കുറച്ച് ഫോട്ടോസ്. നല്ല ഡ്രസ് ഡീനേറ. അപ്പൊ ഡീനേറ എന്റെ ഫ്രണ്ടാണ് ഡീനേറ. അല്ല, അവളുടെ പേര് ഫാത്തിമി. അപ്പൊ അവളാണെങ്കിൽ ഡ്രസ്സൊക്കെ തരുന്നത്. ഫാത്തി ഡീനേറയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അല്ല, അവളാണ് ഡ്രസ്സ് തരുന്നത്, പെട്ടെന്ന് കിട്ടിയതാ. എല്ലാ കോസ്റ്റ്യൂമും പുള്ളിക്കാരി തന്നെ? എല്ലാ കോസ്റ്റ്യൂമും അല്ല, ഞാൻ എപ്പോഴൊക്കെ ചോദിക്കുന്നു ആ ടൈമിലൊക്കെ അവള് അറേഞ്ച് ചെയ്ത് തരാറുണ്ട്. ഇവിടെ നമ്മുടെ ആലപ്പുഴയാണല്ലേ. പിന്നെ ഓരോ പൊട്ടിക്കും എല്ലാ പൊട്ടിക്കും തരാറുണ്ട്. ഫാത്തിമ മാത്രം അവൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ബുദ്ധിമുട്ടിക്കാൻ പോകത്തില്ല, ബാക്കിയുള്ള പൊട്ടിക്കാർക്കൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പോകും. അനു, ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഞാനത് തറയ്ക്കുന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകും. നെഞ്ചിൽ തറയ്ക്കുന്ന അനു മണ്ടിയാണോ? മണ്ടി അല്ലെങ്കിൽ മണ്ടനാകാത്ത ആരാള? അല്ല, കമന്റ്സിൽ ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ കമന്റ്സിൽ അനു മണ്ടത്തരങ്ങളുടെ ഒരു സെലിബ്രിറ്റി ആയ ഒരാളാണെന്ന് പല കമന്റ്സിലും വരാറുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. കാര്യം അനുവിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ഞാനാണ് എടുത്തത്. അതായത് ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്ത ഞാനാണ്. അതൊരിക്കലും അതെ, അത് 1 മില്യൺ പോയതാണ്. പക്ഷെ ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല. പക്ഷെ ഈ കമന്റ് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അനുവിനോട് ചോദിക്കാനുള്ള അധികാരം ഉണ്ട്, അതുകൊണ്ടാണ് എന്തുവേണേലും ചോദിക്കാമല്ലോ. ഒന്നും പ്രശ്നമില്ല. കാരണം ഒന്നെങ്കിൽ സ്റ്റാർ മാജിക് ഡെയിലി കാണാത്ത ആരെങ്കിലും ആയിരിക്കും ഇത് കണ്ടിട്ട് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. പിന്നെ വണ്ടിയായിട്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ വണ്ടിയായിട്ട് അതിനകത്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കും വണ്ടിയാണോ എന്ന് ചോദിക്കുന്നത്. ഇപ്പൊ എന്താ പറയാ, നമുക്കിപ്പം ഇതിപ്പോ എന്താ പറയാ, ഇപ്പൊ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പ്രോഗ്രാം അല്ലെങ്കിൽ ടമാർ പടാർ മുതലാണ് ഞാൻ വന്നു തുടങ്ങി. അപ്പൊ അതിനകത്ത് ഞാൻ എൻ്റെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഞാൻ കാണിക്കുന്ന ഓരോന്നും കണ്ടിട്ടാണ് പ്രേക്ഷകർക്ക് ഇത്ര ഇഷ്ടം വരാൻ കാര്യം എന്നാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും ഇപ്പോൾ 7 വർഷമായി സ്റ്റാർ മാജിക് തുടങ്ങിയിട്ട് ഇപ്പോഴും ഞാൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് ഞാൻ മാറ്റി പിടിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ പൊട്ടത്തരങ്ങൾ പറയാറുണ്ട്. മണ്ടത്തരങ്ങളല്ല, പൊട്ടത്തരങ്ങൾ പറയാറുണ്ട് ഇടയ്ക്കൊക്കെ. പിന്നെ തമാശകളും പറയാറുണ്ട്. അതൊക്കെ തന്നെ. അതെന്താന്ന് വെച്ചാല് പ്രേക്ഷകർക്ക് ഇപ്പൊ നമുക്കൊരു പ്രോഗ്രാം, ഒരു കോമഡി പ്രോഗ്രാം തുടങ്ങുമ്പോൾ അതിനകത്ത് ചേട്ടന്മാരെല്ലാം മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് എന്ത് കോമഡി പറയണം എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഗേൾസ് അങ്ങനെയല്ല, പിടിച്ചിരിക്കാൻ ഭയങ്കര പാടാ. അപ്പൊ എൻ്റെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ എനിക്കുള്ള തന്നിരിക്കുന്ന പറഞ്ഞാൽ ഞാൻ കോമഡി ഞാൻ പറയുമെന്ന് എനിക്ക് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ ചിരിക്കാറുണ്ട്. സ്കിറ്റൊക്കെ പറയുമ്പോൾ അതിലും ചിരിക്കാറുണ്ട്. ഇല്ല, ഞാൻ ചിരിക്കാറുണ്ട്. പിന്നെ എല്ലാവരും ചിരിക്കാറുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ചിരിക്കും. അപ്പൊ വീണ്ടും വീണ്ടും ചോദിക്കും എന്താ പറയാ. അപ്പൊ ഞാൻ കുറച്ചും കൂടെ കൊടുക്കാൻ ശ്രമിക്കും. ആദ്യം സ്റ്റാർ മാജിക് പോകുന്ന ടൈമിലൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും മണ്ടത്തരം പൊട്ടത്തരം ഒറിജിനലായിട്ട് വന്ന് നിന്ന് അഭിനയിച്ചതല്ല, ആയുധം. കാരണം നമുക്കറിയത്തില്ലല്ലോ. പിന്നെ മനസ്സിലായി അവർക്ക് ഇതാണ് വേണ്ടതെന്ന്. പിന്നെ ശരിക്കും ഞാൻ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നിന്ന് തുടങ്ങി. എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിനകത്ത് അങ്ങനെ നിന്നാലേ കാര്യമുള്ളൂ. കാര്യമല്ല, ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മാത്രം ആളുകൾ എന്തിനാണ് പ്രോഗ്രാം കാണുന്നത്? സ്റ്റാർ മാജിക് ചിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ചിരിക്കുന്ന എന്തെങ്കിലും എന്റെ എന്തെങ്കിലും പൊട്ടത്തരം മണ്ടത്തരം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അനുവിന് ഇന്റർവ്യൂ എടുക്കാൻ വന്ന സമയത്ത് ഇന്നലെ പ്രീവിയസ് ആയിട്ടുള്ള കുറെ വീഡിയോസ് ഉണ്ട്. പക്ഷെ കൂടുതലായിട്ട് വൾഗാരിറ്റിയില് അതിനകത്ത് കളിയാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ വന്നു. ഇപ്പം തങ്കച്ചേട്ടനാണ് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്. വേറെ ആരും അങ്ങനെ കളിയാക്കാറില്ല. സുമേഷ് ചേട്ടൻ ചെറുതായിട്ടൊക്കെ. എന്നാലും തങ്കച്ചേട്ടൻ കളിയാക്കും. ആ വിൻചേട്ടൻ എൻ്റെ അച്ഛനായിട്ട് എത്ര കമ്പനികളുണ്ട്. എൻ്റെ അടുത്ത് ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ കളിയാക്കുന്നത്. എൻ്റെ അച്ഛന് പ്രശ്നമില്ല. എൻ്റെ അച്ഛൻ കരിപ്പട്ടി എൻ്റെ അച്ഛൻ്റെ ബിസിനസ്സാണ്. അതൊക്കെ വെറുതെ. അതെന്താ പറയാൻ കാരണം വെച്ചാൽ കരിപ്പട്ടിയിൽ എന്തോ വാറ്റൂന്ന് പറഞ്ഞു കേട്ടു. എനിക്കറിയാം. ആ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇല്ല അങ്ങനെയില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ. അത് വെറുതെ കളിയാക്കാം. അതുകൊണ്ടല്ലേ ഞാൻ ചിരിച്ചങ്ങ് കളയുന്നത്. എപ്പോഴും കളിയാക്കാറ്. എപ്പോഴും തന്നെ ഷൂ ടൈമിൽ മാത്രമാണ് കേട്ടോ. അതിന് കഴിഞ്ഞ ആ സമയങ്ങളിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു വിഷമം. കാരണം എത്രയോ ജനങ്ങൾ കാണുന്ന പരിപാടിയാണ്. ഇല്ല, കാരണം കുറച്ച് വിവരമുള്ളവർക്ക് മനസ്സിലാവും ഇത് വെറുതെ കളിയാക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ എൻ്റെ അച്ഛനൊരു ബിസിനസ് ഉണ്ടായിരുന്നെങ്കിൽ അവർ ആ കാര്യം പബ്ലിക്കായിട്ട് പറയോ? ഒരിക്കലും പറയും. നമുക്ക് എന്ത് ബിസിനസ്, ഇപ്പൊ മീൻ കച്ചവടമാണെന്ന് വിചാരിച്ചോ, ആ മീൻ കച്ചവടം വെച്ച് കളിയാക്കാറുണ്ടോ അവര്? അതൊരു ബിസിനസ് അല്ലേ. അപ്പൊ അവര് അങ്ങനെ ഇത് തമാശക്ക് പറയുന്നതാ. ഉണ്ട്, കരിപ്പെട്ടി എന്നുള്ളൊരു ബിസിനസ് അച്ഛനുള്ളത് കൊണ്ട് അവര് വാറ്റ് അങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ അച്ഛനുണ്ട്. കരിപ്പട്ടി ബിസിനസ് ഉണ്ടായിരുന്നു. അല്ല, നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പം എനിക്ക് പണ്ട് അനു പറഞ്ഞു കേട്ടിട്ടുണ്ട്,
ഈ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ കാണാൻ വേണ്ടി കുറെ കൊതിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഒരു 4-5 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അതിലൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ മാറി. ഇപ്പോൾ റിമി ടോമി തടിച്ചിരുന്നിട്ട് മെലിഞ്ഞ് എങ്ങനെയാണോ അതുപോലാണ് അനു വന്നിരിക്കുന്നത്. അനു നല്ല അടിപൊളി, അന്ന് കണ്ടതിനെക്കാട്ടിലൊക്കെ ഭയങ്കര ബ്യൂട്ടി ആയിട്ടുണ്ട്. പക്ഷെ അന്ന് പറഞ്ഞു എനിക്ക് ക്യാമറയിൽ ചേട്ടാ എനിക്ക് വരാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, കുറെ വല്യച്ഛൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട് മാമൻ. ആ ഇപ്പൊ എന്തോ ഫീൽ ചെയ്യുന്നു കാര്യം? അത് ഇപ്പൊ ഒരുപാട് വർഷമായി അല്ലേ? ഇപ്പം എന്താ പറയണ്ടേ, ഞാൻ അന്ന് സ്വപ്നം കണ്ടതെന്ന് പറഞ്ഞാല്, സ്വപ്നം മാത്രമല്ല എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിനയിക്കുക, ചെറിയൊരു സീനാണെങ്കിലും അത് ഒന്ന് ടി വിയിലൊന്ന് കാണുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഓരോ ദിവസം ഇങ്ങനെ എന്താ ഞാൻ പ്രതീക്ഷിക്കാത്തത്, ഞാൻ സ്വപ്നം സ്വപ്നം പോലും കാണാത്തതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒന്നും സ്വപ്നം കാണാറില്ല, വരട്ടെ ഇരിക്കാറുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമെന്നല്ല, സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. അന്നത്തെ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് സ്വപ്നം കാണാറുണ്ട്, ആൾക്കാരൊന്ന് സെൽഫി എടുക്കുന്നതൊക്കെ ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട് ചേട്ടാ. പക്ഷെ അതിപ്പോ യാഥാർത്ഥ്യമാക്കിയപ്പോൾ എന്ത് ഫീൽ ഉണ്ട്? ഞാൻ പറഞ്ഞില്ല, ഭയങ്കര സന്തോഷം. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഭയങ്കര സന്തോഷം, ഇത് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ചിരിയും ഈ ഒരു സന്തോഷം എപ്പോഴും ഫേസിലുണ്ടായത് മുന്നോട്ട് തന്നെ പോകും കേട്ടോ. അപ്പൊ അതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ കല്യാണം കഴിക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. അപ്പൊ ഇങ്ങനെ അനു ഇങ്ങനെ പറയുന്ന കേട്ടോ, ഒരു വർഷത്തിനകത്ത് കല്യാണം ഉണ്ടെന്ന്. ഇങ്ങനെ ഞാൻ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അല്ല അങ്ങനെ പറഞ്ഞു? പിന്നെ ഞാൻ പറഞ്ഞില്ല. ഒന്ന് ഓർത്ത് നോക്കേ. അപ്പൊ കല്യാണം ഉണ്ടോ ഇപ്പോഴേ? ഇല്ല ഏട്ടാ, കല്യാണം എന്ന് പറയുന്നത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ലല്ലോ. അത് കിട്ടത്തില്ല, പക്ഷെ നമുക്ക് ചെറുക്കനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല. നോക്കി കിട്ടും. അത് കിട്ടിയില്ല, ഇതുവരെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയില്ലായിരുന്നു. എന്റെ വീട്ടുകാർ നോക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചോളാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങള് പറഞ്ഞു തരുന്ന ആളെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞോണ്ടിരുന്ന ടീമാ. പക്ഷെ ഇല്ല, നടക്കത്തുന്നില്ല. അവർക്കറിയാം ഞാൻ ചൂസ് ചെയ്യുന്നതെല്ലാം നന്നായിരിക്കും. ഞാനിപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്, എല്ലാ കാര്യങ്ങളും. ഇപ്പം ഈ പറയുന്ന പോലെ ഈ ഇനാഗുറേഷൻ്റെ കാര്യങ്ങൾ കണക്ട് ചെയ്തതും ഞാൻ തന്നെയാണ്, കോസ്റ്റ്യൂമിൻ്റെ കാര്യം ഞാൻ തന്നെയാണ്, മേക്കപ്പ് ഞാൻ തന്നെയാണ്, ഹെയർ സ്റ്റൈലും ഞാൻ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. യൂട്യൂബ് ചാനൽ ഞാൻ തന്നെയാണ്, അപ്പോൾ സോഷ്യൽ മീഡിയ ഫുൾ നോക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അവർക്കറിയാം ഇതുവരെ ഒന്നും നെഗറ്റീവായിട്ടൊന്നും സംഭവിച്ചിട്ടുണ്ടായില്ല. ഇല്ല, എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഇല്ല. എനിക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്ത്, അച്ഛനമ്മ ഡിപ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, വന്നിട്ടില്ല. അപ്പൊ അവർക്കറിയാം ഞാൻ എന്ത് തീരുമാനം എടുത്താലും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും അത് നല്ലതായിരിക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർക്കറിയാം അവളെപ്പോഴായാലും ആരെങ്കിലും കല്യാണം കഴിച്ചാലും അവളുടെ ഇഷ്ടപ്രകാരമല്ലേ കല്യാണം കഴിക്കുന്നത്, കഴിച്ചോട്ടെ. അല്ലാതെ ഇയാളെ കല്യാണം കഴിച്ചാൽ മതി, നീ അവനെ കിട്ടണ്ട. ഇപ്പം ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ ഞാൻ ഇയാളെ സ്നേഹിക്കുന്നത്, അവൻ വേണ്ട അത് ശരിയാവില്ല എന്ന് അങ്ങനെ പറയത്തില്ല. അല്ല, ഇതൊരു പറഞ്ഞില്ല, നോക്കുന്നില്ല. നിനക്ക് എപ്പോ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നോ അപ്പൊ നീ കല്യാണം കഴിച്ചു. അങ്ങനെ ആരെങ്കിലും പ്രപ്പോസൽ വന്നിട്ടുണ്ടോ എനിക്ക് ഇങ്ങോട്ടോ? സീരിയസ്ലി ഇല്ല, സീരിയസ്ലി എനിക്ക് ഈ ഒരു അല്ല, എനിക്ക് ഈ ഒരു ഫീൽഡിൽ വന്നതിന് ഇല്ല, അല്ല എനിക്ക് വന്നിട്ടില്ല. വന്നിട്ടില്ല. അങ്ങനെ ആരും ഇഷ്ടം പറഞ്ഞു വന്നിട്ടില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, എനിക്ക് ഇത്രയും വയസ്സായില്ലേ, ഇത്രയും പ്രായം കൂടിയില്ലേട്ടാ. ഞാൻ അങ്ങനെ പറയാം, 25 വയസ്സായില്ലേ? 25 വയസ്സ് കൂടുതലുണ്ട് കേട്ടോ. 28? അതൊന്നും ഞാൻ പറയത്തില്ല, അതൊക്കെ വേണമെങ്കിൽ ചേട്ടാ ഞാൻ വേണമെങ്കിൽ പോവാന്നെന്ന് പറഞ്ഞേക്കാം. എന്നാൽ കല്യാണ പ്രായം ഒക്കെ ആയി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ടേ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ് കല്യാണം എന്നുള്ളത്. നമുക്കൊരു ഇണ വേണമല്ലോ, ചിന്തിച്ച കാര്യം അതാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഞാനിപ്പോ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഞാൻ സ്വപ്നം കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക, സിനിമ ചെയ്യുക, നാളെ സ്റ്റാർ മാജിക്കിൽ ഇങ്ങനെ പെർഫോമൻസ് ചെയ്യണം, ഇത് ഇങ്ങനെ ഇനാഘോഷ ആ വർക്കിന്റെ കാര്യങ്ങൾ ഫുള്ള് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. കല്യാണത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല കുറച്ച് നാളായിട്ട്, കുറെ വർഷമായിട്ട്. അപ്പൊ അമ്മയൊക്കെ പറയുമ്പോൾ പോകാൻ വേണ്ടിയിട്ട്, അപ്പൊ ഞാൻ ഈ ഒരു സ്വപ്ന ലോകത്ത് നിൽക്കുവാണല്ലോ ഇതൊക്കെ കണ്ടിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കല്യാണത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല, പ്രണയിക്കുന്നത്. ഇപ്പൊ ഷൂട്ട് ഇപ്പൊ സുരഭി സുഹാസിനി, അതിനകത്ത് എനിക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പൊ അതിനകത്ത് ഞാൻ അവനെ പ്രണയിക്കുന്നുണ്ട്, അവൻ ഇങ്ങോട്ട് പ്രണയിക്കുന്നുണ്ട്. അപ്പൊ അതാണ് പ്രണയം. ശരിക്കും അത് പ്രണയമല്ല, എന്നാലും അതൊക്കെയാണല്ലേ ലൈഫ് എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒറിജിനലായിട്ട് എനിക്ക് പ്രണയിക്കാനും തോന്നുന്നില്ല, കല്യാണം കഴിക്കാനും ആ സമയത്ത് തോന്നുന്നില്ല.